ഹായ്, എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളിവിടെ നോക്കാൻ പോകുന്നത് ഒരു 100 കാടയെ വളർത്തിയാൽ നമുക്കതിൽ നിന്ന് എന്ത് ലാഭം കിട്ടും എന്നുള്ളതാണ്. നമുക്കിപ്പോഴുള്ള കാടയുടെ ഒരു മാർക്കറ്റ് റേറ്റും മുട്ടയുടെ മാർക്കറ്റ് റേറ്റും തീറ്റയുടെ ചിലവും വെച്ച് നമുക്ക് ഇതൊന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാം. ഇപ്പോൾ നിലവിൽ ഒരു കാടയുടെ മാർക്കറ്റ് റേറ്റ് എന്ന് പറയുന്നത് 40-45 രൂപയാണ്. അത് നമ്മുടെ ഓരോ ഏരിയകളെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. നിങ്ങളുടെ അവിടെ എത്ര കിട്ടുന്നതെന്ന് വെച്ചാൽ അത് വെച്ച് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുക. അപ്പോൾ നമുക്കൊരു 45 വെച്ച് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാം. അങ്ങനെയാണെങ്കിൽ ഒരു 100 കാടയ്ക്ക് നമുക്ക് 45 രൂപ വെച്ച് നമുക്ക് കാടയ്ക്ക് മാത്രമായി ഒരു 4500 രൂപയോളം ചിലവ് വരും. പിന്നെ അതിൻ്റെ ഫുഡ്, അതായത് ഒരു കാടയ്ക്ക് ഒരു ദിവസം ഒരു 25 മുതൽ 30 ഗ്രാം വരെ തീറ്റ ആവശ്യമായി വരും. അങ്ങനെയാണെങ്കിൽ ഒരു ദിവസം നമുക്ക് ചിലവാകുന്ന തീറ്റ 100 കാടയ്ക്ക് 3 കിലോയാണ്. അപ്പോൾ ഒരു മാസമാകുമ്പോൾ 3×30 നമുക്ക് 90 കിലോ തീറ്റ ചിലവ് മാത്രം വരും. ഇപ്പോഴത്തെ നമ്മുടെ കാടയുടെ തീറ്റയുടെ പ്രൈസ് എന്ന് പറയുന്നത് 50 കിലോ വരുന്ന ഒരു ചാക്കിന് 2000 രൂപ വരെ വിലയുണ്ട്. അങ്ങനെയാവുന്നുണ്ടെങ്കിൽ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ 90 കിലോ തീറ്റയ്ക്ക് നമുക്കൊരു മാസം വരുന്ന ചിലവ് 3600 രൂപയാണ്. നമ്മളൊരു 50-100 കാടയൊക്കെ വളർത്തുമ്പോൾ നമ്മളത് മാക്സിമം നമ്മൾ അടുത്തുള്ള വീടുകളിലും കടകളിലുമായിട്ട് സെല്ല് ചെയ്യാൻ ശ്രമിക്കേണ്ടതാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളത് ട്രാൻസ്പോർട്ട് കോസ്റ്റൊക്കെ കൂടുതലായി വന്നു കഴിയുമ്പോൾ നമുക്ക് പിന്നെ അതിൽ നിന്നും വലിയ പ്രോഫിറ്റ് ഉണ്ടാവുകയില്ല. ഇപ്പോഴത്തെ ഒരു മാർക്കറ്റ് റേറ്റ് വെച്ച് 3 രൂപ 50 പൈസ വരെ നമുക്ക് കാടമുട്ടയ്ക്ക് ലഭിക്കുന്നതാണ്. കടകളിൽ കൊടുക്കുകയാണെങ്കിൽ നമുക്ക് 3 രൂപ വരെ ലഭിക്കും. എപ്പോഴും ശ്രദ്ധിക്കുക, 3 രൂപ താഴ്ത്തി നമ്മളത് കൊടുക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക. മാക്സിമം 3 രൂപ, മിനിമം നമുക്ക് 3 രൂപയ്ക്ക് കൊടുത്താൽ മാത്രമേ നമുക്കതിൽ നിന്നും ഒരു പ്രോഫിറ്റ് കിട്ടുകയുള്ളൂ. ഒരു 100 കാടയെ വളർത്തിയാൽ നമുക്ക് അതിൽ നിന്നൊരു ആവറേജ് 80 മുട്ട വരെ നമുക്ക് ലഭിക്കുന്നതാണ്. അങ്ങനെ നമുക്കൊരു 8 മാസം വരെ നമുക്ക് തുടർച്ചയായി ഒരു 80% വരെ നമുക്ക് ലഭിക്കും. അങ്ങനെ ഒരു 80 മുട്ട നമുക്ക് ലഭിക്കുകയാണെങ്കിൽ ആ ഒരു 80 മുട്ട നമ്മൾ 3 രൂപ നിരക്കിൽ നമുക്ക് സെയിൽ ചെയ്യാൻ സാധിച്ചാൽ ഒരു ദിവസം നമുക്ക് 240 രൂപയുടെ മുട്ട നമുക്ക് വിൽക്കാൻ സാധിക്കും. അങ്ങനെയാകുമ്പോൾ ഒരു മാസം അത് 7200 രൂപയ്ക്ക് നമുക്കത് സെയിൽ ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. അതേ സ്ഥാനത്ത് അത് 3.5 രൂപയ്ക്ക് നിങ്ങൾക്കത് വിൽക്കാൻ സാധിച്ചാൽ ഒരു ദിവസം 280 രൂപ വെച്ച് കിട്ടുന്നതും ഒരു മാസമാകുമ്പോഴേക്കും നമുക്കതൊരു 8400 രൂപ വരെ നമുക്കത് ലഭിക്കുന്നതായിരിക്കും. അതുകൊണ്ടാണ് പറഞ്ഞാൽ മാക്സിമം നമ്മളത് ഡയറക്റ്റ് സെല്ല് ചെയ്യാൻ ശ്രമിക്കുക ആൾക്കാരിലേക്ക്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഒരു 8400 രൂപ വരെ ഉണ്ടാക്കാൻ സാധിക്കും. അപ്പോൾ ഒരു മാസം നമുക്ക് 3 രൂപ വെച്ച് നമുക്ക് അതിൻ്റെ മുട്ട വിൽക്കാൻ സാധിച്ചാൽ നമുക്കൊരു മാസം 7200 രൂപ നമുക്ക് ടോട്ടൽ അതിൽ നിന്നൊരു വരുമാനം കിട്ടുകയും അതിൽ നിന്ന് ഫുഡിൻ്റെ ചിലവായ 3600-ഉം പിന്നെ അതിൻ്റെ ട്രാൻസ്പോർട്ട്, പിന്നെ നമ്മൾ എന്തെങ്കിലും സപ്ലിമെൻറ്റ് വല്ലതും കൊടുക്കുന്നുണ്ടെങ്കിൽ അതിനൊരു 300 രൂപയും മാറ്റി വെച്ചാൽ ടോട്ടൽ നമുക്ക് വരുന്ന എക്സ്പെൻസ് 3900 രൂപ. അതിൽ നിന്ന് നമുക്ക് കിട്ടുന്ന പ്രോഫിറ്റ് 3300 രൂപ നമുക്ക് പ്രോഫിറ്റായി ലഭിക്കുന്നതായിരിക്കും. ഇതേ മുട്ട നമുക്കൊരു 3 രൂപ 50 പൈസയ്ക്ക് വിൽക്കാൻ സാധിച്ചാൽ നമുക്കൊരു മാസം അത് 8400 രൂപ നമുക്കതിൽ നിന്ന് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ഇതേ കണക്ക് തന്നെ ഫുഡിൻ്റെയും സപ്ലിമെൻറ്റിൻ്റെയൊക്കെ ഒരു 300 രൂപയും ഫുഡിൻ്റെ ചിലവായ 3600 രൂപയും നമ്മൾ കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് വരുന്ന എക്സ്പെൻസ് 3900. അത് ഈ ഒരു എമൗണ്ടിൽ നിന്ന് മൈനസ് ചെയ്താൽ നമുക്ക് കിട്ടുന്ന എമൗണ്ട് 4500 രൂപയായിരിക്കും. നമ്മളിപ്പോൾ ഈ കാൽക്കുലേറ്റ് ചെയ്തതെല്ലാം മുട്ടയിട്ട് തുടങ്ങിയ ശേഷമുള്ള കാര്യമാണ്. എന്നാൽ മുട്ടയിടുന്നതിന് മുന്നേ നമുക്ക് അതിൻ്റേതായ ചിലവുകളുണ്ട്. നമ്മൾ സാധാരണ വാങ്ങിക്കുമ്പോൾ ഒരു 3 ആഴ്ച പ്രായമായ കാടയായിരിക്കും നമ്മൾ വാങ്ങുന്നത്. അത് കഴിഞ്ഞ് വീണ്ടും അതിനൊരു 3 ആഴ്ച കൂടി നമ്മൾ തീറ്റ കൊടുക്കേണ്ടതായി വരും. ഈ ഒരു 80% മുട്ടയിട്ട് കിട്ടണമെങ്കിൽ 21 ദിവസത്തേക്കുള്ള തീറ്റ ചിലവ് നമുക്ക് ഏകദേശം 63 കിലോ വരും. ഇതിൻ്റെ ഏകദേശം എമൗണ്ട് എന്ന് പറയുന്നത് 2520 രൂപയാണ്. നമുക്ക് കാടകളിൽ നിന്ന് ഒരു 8 മാസം വരെയാണ് നമുക്ക് ഒരു 80% എഗ്ഗ് ലഭിക്കുക. അപ്പോൾ നമുക്ക് ഇപ്പോൾ വന്നിരിക്കുന്ന ഈ ഒരു ചിലവിനെ നമുക്ക് 8 ആയിട്ട് ഡിവൈഡ് ചെയ്യാം. അതായത് 2520 നമ്മൾ 8 ആയിട്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് 315 രൂപ വെച്ച് 8 മാസം നമുക്ക് കിട്ടുന്ന പ്രോഫിറ്റിൽ നിന്ന് നമ്മൾ ഈ ഒരു എമൗണ്ട് കുറയ്ക്കും. അങ്ങനെ നമ്മൾ കണക്ക് കൂട്ടുമ്പം 3 രൂപ വെച്ച് കൊടുക്കുന്ന സമയത്ത് നമുക്ക് 3300 രൂപ പ്രോഫിറ്റ് ലഭിക്കുമ്പോൾ അതിൽ നിന്ന് 315 പോയി കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ലഭിക്കുന്ന പ്രോഫിറ്റ് എന്ന് പറയുന്നത് 2985 രൂപയും. അതേ സമയത്ത് 3.5 രൂപയ്ക്ക് കൊടുക്കുമ്പോൾ 4500 രൂപ നമുക്ക് ലഭിക്കുകയാണെങ്കിൽ അതിൽ നിന്ന് ഈ ഒരു എമൗണ്ട് മൈനസ് ചെയ്ത് ചെയ്യുമ്പോൾ നമുക്ക് ലഭിക്കുന്ന പ്രോഫിറ്റ് 4115 രൂപയും ആയിരിക്കും. നമ്മൾ ഇത്രയും കാൽക്കുലേറ്റ് ചെയ്തതിനകത്ത് നമ്മൾ കേജിൻ്റെ ഒരു എമൗണ്ട് നമ്മളിതിൽ ആഡാക്കിയിട്ടില്ല. നോർമലി ഒരു 100 കാടയെ വളർത്തുന്നതിൻ്റെ കേജിന് 4500 മുതൽ 5000 രൂപ വരെ നമ്മുടെ ഹൈടെക് കൂടാണെങ്കിൽ നമുക്കതിന് ചിലവ് വരുന്നതായിരിക്കും. പക്ഷേ അത് ഒരു ലോങ് ടൈം ഇൻവെസ്റ്റ്മെൻറ്റ് ആയതുകൊണ്ട് ഞാനത് ഇതിനകത്ത് ആഡ് ചെയ്തിട്ടില്ല.
അതുപോലെ തന്നെ നമ്മൾ ആദ്യമേ കാടയെ വാങ്ങിച്ചപ്പോൾ ഉള്ള ഒരു 4,500 രൂപ നമുക്ക് ചിലവ് വന്നിട്ടുണ്ട്, 45 രൂപ വെച്ചിട്ട്. ഈ ഒരു എമൗണ്ട് നമ്മളിത് എവിടെയും മൈനസ് ചെയ്തിട്ടില്ല. കാരണം ഈ വാങ്ങിച്ചൊരു എമൗണ്ട് നമ്മൾ ലാസ്റ്റ് നമ്മൾ കാടയെ മുട്ടയിട്ട് കഴിഞ്ഞ് നമ്മളത് തിരിച്ച് നമ്മൾ ഇറച്ചിക്കായി വിൽക്കുന്ന സമയത്ത് നമുക്ക് ആ ഒരു എമൗണ്ട് നമുക്ക് തിരിച്ച് കിട്ടും. ഇന്നത്തെ ഒരു മാർക്കറ്റ് റേറ്റ് അനുസരിച്ച് നമ്മൾ ഇറച്ചി ക്ലീൻ ആക്കി കൊടുക്കുകയാണെങ്കിൽ ഏകദേശം 55-60 രൂപ വരെ നമുക്ക് ലഭിക്കുന്നതായിരിക്കും. അങ്ങനെ നോക്കുമ്പോൾ നമ്മൾ ആ ഫസ്റ്റ് മുടക്കിയ ഇൻവെസ്റ്റ്മെൻറ്റ് നമുക്ക് അവിടെ തിരിച്ച് ലഭിക്കുന്നതായിരിക്കും. അതുകൊണ്ടാണ് ഞാനിതെവിടെയും മൈനസ് ചെയ്യാതിരുന്നത്. ഈ വീഡിയോ പുതിയതായി കാടക്കൃഷി തുടങ്ങാൻ പോകുന്നവർക്ക് ഉപകാരപ്രദമായി എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇനിയും ഇങ്ങനെയുള്ള വീഡിയോകൾ തുടർന്ന് ലഭിക്കുന്നതിനായി പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ.